പാലക്കാട് നെന്മാറ പോത്തുണ്ടിയുടെ താഴ്വരകളിൽ കാറ്റിന് പോലും ഒരു പ്രത്യേക തണുപ്പും ഭാരവും ഉണ്ടായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ആ ഗ്രാമത്തിലെ വഴിയിടങ്ങളിലെ ചെന്താമര നടന്നു പോകുമ്പോൾ ആരും അയാളുടെ കണ്ണുകളിലെ കറുത്ത നിഴലുകൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. പുറമേ ശാന്തനെന്ന് തോന്നിച്ച ആ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ എരിഞ്ഞടങ്ങിയത് അന്ധവിശ്വാസത്തിന്റെ വിനാശകരമായ വിഷപ്പുകയായിരുന്നു. തന്റെ വ്യക്തിജീവിത തകർച്ചകൾക്കും നിരാശകൾക്കും കാരണം അയൽവാസിയായ സുധാകരന്റെ കുടുംബമാണെന്ന് അയാളുടെ വികലമായ മനസ്സ് വിശ്വസിച്ചു. അന്ധവിശ്വാസം മനസ്സിൽ ഉറച്ചുപോയപ്പോൾ പ്രതികാരത്തിന്റെ വിത്തുപാകി അയാൾ കാത്തിരുന്നു. ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ 2019 ചെന്താമരയുടെ ക്രൂരതയുടെ ആദ്യ പടയോട്ടം നടന്ന വർഷം. സുധാകരന്റെ ഭാര്യ സജിത വീട്ടിൽ തനിച്ചുള്ള സമയം നോക്കി അയാൾ ആയുധമായി പാഞ്ഞെടുത്തു. യാതൊരു ഭയവുമില്ലാതെ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തി. അന്ധവിശ്വാസം ബാധിച്ച തലച്ചോറിന് അതൊരു തുടക്കം മാത്രമായിരുന്നു. കേസിൽ പിടിയിലായ അയാൾ വിചാരണ നേരിട്ടു, ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ ജയിലറയ്ക്കുള്ളിലും അയാളുടെ ഉള്ളിലെ പക അമർന്നിരുന്നില്ല. പകരം പുറത്തിറങ്ങുമ്പോൾ തീർക്കുവാനുള്ള ബാക്കിയുള്ള ആളുകളെ പറ്റിയുള്ള കണക്കുകൂട്ടലുകളായിരുന്നു അയാളുടെ മനസ്സിൽ. പോത്തുണ്ടിയിലെ ആ കറുത്ത തിങ്കളാഴ്ച 2025 ജനുവരി 27 നിയമത്തിന്റെ വഴിയിലൂടെ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര വീണ്ടും നെന്മാറയിൽ പ്രത്യക്ഷപ്പെട്ടു. അന്നൊരു സാധാരണ പ്രഭാതമായിരുന്നു. എന്നാൽ സുധാകരന്റെ വീടിന് മുന്നിൽ കാത്തിരുന്നത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ നിഴലായിരുന്നു. രാവിലെ 8:30 തന്റെ പഴയ ശത്രുതയുടെ ബാക്കി പാത്രം പൂർത്തിയാക്കുവാൻ ചെന്താമര കയ്യിൽ കരുതിയ മൂർച്ചയുള്ള ആയുധമായി വീണ്ടും ആ നാട്ടിലേക്ക് ഇരച്ചു കയറി. ആദ്യ കൺമുൻപിൽ കണ്ട സുധാകരൻ വെറും 56 വയസ്സ് അയാൾ ഭയമില്ലാതെ വെട്ടിവീഴ്ത്തി. തടയാൻ വന്ന വയസ്സായ അമ്മ ലക്ഷ്മി 74 വയസ്സ് അയാൾ വെറുതെ വിട്ടില്ല. മിനിറ്റുകൾക്കുള്ളിൽ 2 ജീവനുകളും കൂടി അവിടെ നിശ്ചലമായി. അയൽപക്കത്തെ ചോരക്കളമാക്കി മാറ്റി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചെന്താമര പോത്തുണ്ടിയുടെ ഘോരവനാന്തരങ്ങളിലേക്ക് അപ്രത്യക്ഷനായി. 2 ദിവസങ്ങൾ പോലീസും നാട്ടുകാർക്കും ഒരുപോലെ നെഞ്ചെടുപ്പിൻ്റെതായിരുന്നു. കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊടും കുറ്റവാളി ഏത് നിമിഷവും അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെടാം എന്ന ഭീതി. ഒടുവിൽ ഡ്രോണുകളും ഡോഗ് സ്ക്വാഡും ഉപയോഗിച്ച് നടത്തിയ അഹോരാത്ര തിരിച്ചിനൊടുവിൽ പോലീസ് അയാളെ വനത്തിനുള്ളിൽ നിന്ന് വട്ടമിട്ട് പിടിച്ചു. എന്നാൽ വിചാരണ കോടതിയുടെ കോർട്ട് റൂമിൽ ഹാജരാക്കപ്പെടുമ്പോഴും അയാളുടെ മുഖത്ത് യാതൊരു പശ്ചാത്താപത്തിന്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. അയാൾ അന്ന് പറഞ്ഞിരുന്നത്, ഞാൻ പുറത്തിറങ്ങിയാൽ ആ 2 പെൺകുട്ടികളെയും തന്റെ കയ്യിൽ കിട്ടിയാൽ താൻ കൊന്നുകളയുമെന്ന്. താൻ ഗാന്ധിജിയൊന്നുമല്ല, എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. കോടതി മുറിയിൽ അയാൾ വിവരിച്ച വാക്കുകൾ കേട്ട് നീതിപീഠം പോലും ഞെട്ടി. സുധാകരന്റെ കുടുംബത്തോട് ഇത്രയും കടുത്ത വൈരാഗ്യത്തിന് കാരണമെന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ചെന്താമരയുടെ കുടുംബജീവിതം തകർത്തത് സുധാകരന്റെ ഭാര്യയും ദുർമന്ത്രവാദം ചെയ്തിട്ടാണെന്നാണ്. സത്യത്തിൽ ചെന്താമരയുടെ ദുർനടപ്പ് കാരണമാണ് ഭാര്യ വീട്ടിലേക്ക് പോയത്. അത് ചെന്താമരയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം തകർത്തത് സുധാകരന്റെ കുടുംബമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച സുധാകരന്റെ ദുർമന്ത്രവാദത്തിന്റെ ആ കുടുംബത്തെ താൻ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയെടുത്താണ് അദ്ദേഹം കൊലപാതക പരമ്പര ആരംഭിച്ചത്. 2019 തുടങ്ങിയ ആ കൊലപാതകം പിന്നീട് 2 പേരെയും കൂടി സുധാകരന്റെ അമ്മയെയും കൊലപാതകം നടത്തിയതിന് ശേഷവും അദ്ദേഹം വീണ്ടും പറഞ്ഞത് ഇനി ആ 2 മക്കളെയും കൂടി കൊല്ലുമെന്നാണ്. ആ കുട്ടികൾ പേടിച്ച് വിറച്ചാണ് ജീവിച്ചിരുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നാൽ ഉറപ്പായും തങ്ങളുടെ കഴുത്തിലും കത്തി വീഴും എന്നുള്ള ഭയം. ഇനി സ്വസ്ഥമായി ആ കുട്ടികൾക്ക് ഉറങ്ങാം. കാരണം ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻ കോടതി കേസിന്റെ ഓരോ അധ്യായം പരിശോധിച്ചു. 480 പേജുള്ള കുറ്റപത്രം മുഴുവനായി പഠിച്ചതിന് ശേഷം 81-ലധികം സാക്ഷികളെ മുൻനിർത്തി DNA തെളിവുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ഒരു കുടുംബത്തിലെ 3 ജീവനുകളെ പല ഘട്ടങ്ങളായി ഈ അന്ധവിശ്വാസി കവർന്നെടുത്തത്. അയാൾ പറയുന്നത് ഇയാൾ സമൂഹത്തിന് വലിയ ഭീഷണിയാണെന്നും മാനസാന്തരത്തിന് യാതൊരു സാധ്യതയില്ലെന്ന് വ്യക്തമായതോടെ കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചു. അതോടൊപ്പം അനാഥരായ ആ പെൺമക്കൾക്ക് പ്രതി 20 ലക്ഷം രൂപ പിഴ നൽകണമെന്നും പ്രതി നൽകിയില്ലെങ്കിൽ സർക്കാർ അത് നൽകുമെന്നുമാണ് കോടതി ഉത്തരവിട്ടത്. അന്ധവിശ്വാസത്തിന്റെ ആ കറുത്ത പാഠം, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: അന്ധവിശ്വാസവും ക്രൂരതയും ചേരുമ്പോൾ മനുഷ്യൻ മൃഗത്തേക്കാൾ ഭയാനകമായി മാറും. നീതിന്യായ വ്യവസ്ഥ നൽകിയ ഈ വധശിക്ഷ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് പൂർണ്ണ നീതി നൽകുമോ എന്നറിയില്ല. എങ്കിലും അന്ധമായ വെറുപ്പും അന്ധവിശ്വാസവും പേറി നടക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതായി ഈ കോടതി വിധി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.